എന്താ അറിയില്ല, ഒന്ന് സകല മൂലിക്കുട്ടികളും കയറൊട്ടിക്കുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ പോണ്ടെന്ന് അറിയണില്ല. കാരണം തങ്ങളാപ്പ പറഞ്ഞിട്ട് പരിപാടിക്ക് പോയ ആളെടുത്ത് പുറത്തൊക്കെ ഇട്ട്, പിന്നെ അപ്പൊ തങ്ങളാപ്പന്റെ വാക്കിന് വിലയില്ല എന്നുള്ളത് ഇത് തോന്നിയിട്ടേക്കും, എന്താ അറിയില്ല. മൂലിക്കുട്ടികൾ മുഴുവൻ കയറൊട്ടിച്ചിറങ്ങുന്നുണ്ട്. സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളും എം.ടി. അബ്ദുള്ള മുസ്ലിയാരും ഹൈതമിയെ പുറത്താക്കാൻ തീരുമാനമെടുത്തു. സമാധാനിച്ചോ, ഐത്തമി പുറത്ത്. CIC-ക്ക് നടപടി വിശദീകരിച്ച MT ഉസ്താദ് താൽക്കാലിക സെക്രട്ടറി. കുതിർന്ന് കരഞ്ഞോളിഞ്ഞി. ബ്രോ വള്ളറിഞ്ഞടാ, ഇനി എന്തൊക്കെ കാണാൻ കിടക്കണ കാത്തക്ക് കാണ്. നിങ്ങള് 4 പിങ്കിണി മാമാര് വിചാരിച്ചാ നടക്കണല്ല അതിൻ്റെ ഉള്ളിൽ നടക്കണെന്നല്ല പറ്റി പറഞ്ഞത്. ഓല് നടത്തിക്കോളും. ആ മുഷാവറ മെമ്പർമാര് പറ്റ മോശക്കാരാന്ന് പ്രസംഗിച്ച് നടക്കണവനെ ആരെ താങ്ങും ഇവിടെ? ഓലെടുത്ത തീരുമാനം അംഗീകരിച്ചാതെ ഓലെ കൊഞ്ഞനം കാട്ടിയ ഏതൊക്കെ ആൾക്കാർ പറയോ? നിങ്ങൾ ഒറ്റക്ക് പോയാണ്ട് ഓരോട് സംസാരിക്കുമ്പോ പാവങ്ങള് അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് തലാട്ടി വിടും. എല്ലാരും കൂടി കൂടുമ്പോ ഉണ്ടാവും, ഒരു കുട്ടികളില്ല. ഐതമ്മിന്റെ വിഷയത്തിൽ മുഷാവറ തീരുമാനം എടുത്തതന്നെ എന്താണല്ലോ, എടുത്താണ്ട് എറിഞ്ഞാളി. ആ കോലത്തിലാണ് കഥ. അതുകൊണ്ട് ഇമ്പറ് പറയാണ്, വട്ടം കറങ്ങി സജറ കുറുങ്ങി. സജറകൾക്ക് അതല്ലേ പണി. സമസ്ത എന്താ പറയാ, അയിമലാട് നിൽക്കും. MT ഉസ്താദ് സെക്രട്ടറി അത് പറയാ ആന്നറിയും. എന്തൊക്കെ ഇനി അത് അങ്ങനെ ആക്കാൻ പോണ്, ഇത് ഇങ്ങനെ ആക്കാൻ പോണ്. കണ്ടോളി, നോക്കിക്കോളി, കണ്ടാളി, ഈഴാളി. ഇപ്പൊ കണ്ടപ്പോ മൂപ്പര് പറയാ ഓലെ കത്ത് വലിച്ചെറിഞ്ഞു. കത്തെടുത്ത് വലിച്ചെറിയിക്കല്ല. ആ കത്ത് ആരും എടുത്തതാ? ജില്ലാ മുഷാവറ കേന്ദ്രത്തിന് വിട്ട്. കേന്ദ്ര തീരുമാനം എടുത്ത് വിട്ട് പുറത്തേക്കാണ് കളി. അതിനാണ് അതിന് തീരുമാനം. പോയാക്ക ആണ്ട അതേ MT ഉസ്താദ് തന്നെയാണ് പാഞ്ഞു വന്നാണ്ട് ഈ ഐത്തമിക്കെതിരെ ഇപ്പം തീരുമാനം എടുത്തത്. CAC-ക്ക് തീരുമാനം എടുത്തത്. ആ MT ഉസ്താദിനെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അനുകൂലിച്ചിട്ട് പറയുമ്പോൾ മാത്രം അംഗീകരിച്ചിട്ട് ആൾക്കാരല്ല ഞങ്ങളെല്ലാം അംഗീകരിക്കും. മൂപ്പരെ തെറ്റിദ്ധരിപ്പിച്ചാന്നുള്ളത് അവിടെയുള്ള ആളുകൾ പറഞ്ഞില്ലേ. അവിടെ സയ്യിദുൽ ഉലമാക്ക് ആഴ്ചയിൽ വന്നാണ്ട് ഒത്തുപോകാൻ പറ്റൂല, അതുകൊണ്ട് എനിക്ക് പറ്റൂല അറിഞ്ഞു. അങ്ങനെ വേറൊരു ടീം വാങ്ങി വന്നാണ്ട് മൂപ്പരെ ഏൽപ്പിച്ചത് ഇവിടെ അവിടെ ഉള്ളവരെല്ലാം പറഞ്ഞു കഴിഞ്ഞി. പിന്നെ ദത്ത് തേങ്ങ പറയാനുള്ളത്. വിക്കറ്റ് പോണൊന്നും ഇവര് കാണുന്നില്ല. ഇവലാകെ വല്യമ്പുരാൻ ബോൾ ചെയ്യുന്നത് മാത്രം നോക്കിയേക്കും. വിക്കറ്റ് ഇങ്ങനെ പെരിഞ്ഞു വീഴുന്നുണ്ട്. വല്യമ്പുരാനുണ്ട്, വല്യമ്പുരാൻ കോലായിലുണ്ട്, വല്യമ്പുരാൻ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്, ഇപ്പുറത്ത് ഇരുന്ന് നൊലോളിച്ചുണ്ട്, ആൾക്കാരൊക്കെ ഓടി വരുന്നുണ്ട്. ഇതിങ്ങനെ പറയുന്നുള്ളൂ. ഇവിടെ അങ്ങനെ വിക്കറ്റ് വീണോണ്ടിരിക്കുക. ഇനിയിപ്പോ അടുത്ത സുന്നി മാൽ ഫെഡറേഷന്റെ ഒരു ആൾക്കാരുണ്ട് കയറിയിട്ട് ഇപ്പൊ പറയും ഉടനെ തിരിച്ചെടുക്കണം, ഐതമിയെ പിടിച്ചെടുക്കണം, ഇരുത്തണം എന്ന് പറഞ്ഞിട്ട് പ്രമേയം ഇങ്ങനെ വരും കേട്ടോ. പ്രമേയം തന്നെ ഉണ്ടാവുള്ളൂ. അത് പിന്നെ പ്രമേഹമായിട്ട് ഹോസ്പിറ്റലിൽ പോയി കിടന്നുറങ്ങണ കാണും. അതിന് പിന്നെ പ്രമേയം വായിക്കാന്ന് പറഞ്ഞപ്പോ വായിച്ച് ഇപ്പുറത്ത് വായിക്കുക, അപ്പുറത്ത് ഓരോ ആൾക്കാരനെ അപ്പുറത്ത് വേറെ വായിക്കുക. അപ്പൊ അങ്ങനെ വായിക്കലോട് വായിക്കലാണ്. ഇപ്പൊ നളന്തകള് വായിക്കണ ലീഗിന്റെ മന്ത്രിമാർക്കെതിരാണ്, MLA-മാർക്കെതിരൊക്കെ. മറ്റേ കഴിഞ്ഞിപ്പോ അങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവര് വായിച്ചു പ്രമേയം പാസ്സാക്കാൻ അങ്ങനെ വരും. പ്രമേയം വായിക്കുക, പാസ്സാക്കുക, വായിക്കുക, പാസ്സാക്കുക. അതിലിപ്പോ കുറച്ചു കാലത്ത് 2-3 മാസമായിട്ട് ഇപ്പൊ മന്ത്രിമാരെടുത്തേക്കാണ് ചെയ്യണേ. വായിച്ചാലൊക്കെ അവിടെ പോയി വായിക്കൽ തുടങ്ങി ഒക്കെ ശരിയാവും. അല്ല, ഇപ്പൊ ഒന്നും പ്രമേഹം വരാനുള്ള സാധ്യത ഇല്ല. കാരണം മിഞ്ഞാന്ന് വളരെ ശോചനീയമായിരുന്നു നളന്തകളുടെ അവസ്ഥ. സുന്നി മഹലില് ആകെ 28 ആള് പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു. അപ്പോ പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കമ്മിയാണ്. കാരണം ശുഷ്കിച്ചു പോയിട്ടുണ്ട്, പറ്റ ശുഷ്കിച്ചിരിക്കണം. പിന്നെ ഒരു കുറെ പ്രമേയം മാസമൊക്കെയല്ലേ തിരിച്ചെടുക്കാൻ എടുത്തണോ? പുസ്തക പൈസ എടുക്കാൻ വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടി. അല്ലാ, മറ്റേ ഇയാളെ എന്താണ് നമ്മള് മറ്റേ ഇയാളെ സംസ്ഥാന ജമിയത്ത് മുല്ലബിന്റെ സെക്രട്ടറി ആക്കാൻ വേണ്ടിട്ട് എന്തെല്ലാം പണിയെടുത്തത്. ഏടാ പൊട്ട അമീതെ, ഇതിവിടെ ആദ്യം തന്നെ ഇതൊക്കെ തീരുമാനാക്കിയല്ലേ. ഐത്തമിനെ ഒഴിവാക്കണമെങ്കിൽ ഇയാൾ തന്നെ MT അബ്ദുള്ള മുസ്ലിയാർ ജനറൽ സെക്രട്ടറി താൽക്കാലിക ചുമതല അടുത്ത മുഷാവറ കൂടുന്നവരെ വേണമെന്നുള്ളത് നിർബന്ധമല്ലേ.
എന്ത് തേങ്ങ ഇഞ്ചി കാട്ടരി ഇജ്ജ് ആര് കുടുങ്ങിന്നാ പറയണേ? ഇജ്ജ് പാവാട്ടോ സാധു പാണക്കാട്ടെ തങ്ങള് കുടുങ്ങി എന്നുള്ളടത്താണ് ഈ പറയണത്. അത് ആരെങ്കിലൊക്കെ ഫോട്ടം വെക്കുക, അതിലിങ്ങനെ വിടുക. പാവം എന്തെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞ് തെറ്റ് കാരണല്ലോ. നല്ല സ്വങ്കന അകോലായിന്നാണല്ലോ ഇപ്പൊ ഇന്ന് എന്തോ കഞ്ചാവ് കേസ് പറഞ്ഞാണ്ട് ഒരു പെണ്ണ് ഒന്നായിട്ട് ആലിളകിയത്. അത് മൂപ്പര് കണ്ടില്ല. പാവാണ്, സാധുവാണ്. ചക്കക്കുരു മാത്രമേ തിന്നുള്ളൂ. കുറച്ച് വീടിൻ്റെ ഉള്ളിൽ ഇനി മറ്റേ കുത്തിക്കയറ്റി മൂപ്പര് അടിക്കണ്ടോ അറിയില്ല. രാത്രി ഫുള്ള് പുഴച്ചിട്ട് രാവിലെ വരും. ചെമ്പൻ ചാടി ഉമ്മർച്ച ഉമ്മട്ടി ബാപ്പുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് മൂപ്പര് വരിക. ഉറക്കം ഫുള്ള് അതാണ്. അതുപോലെ ഈ ബീഡി വലിക്കുന്ന ആളുകൾ ചുരുട്ടടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇന്നലെ നമ്മളെ ഗുരുവട്ടൂരിൻ്റെ ശിശുവാൻ്റെ കുഞ്ഞാപ്പോള് ഇന്നലെ കൊണ്ടൂർ ഉസ്താദിനെ പറ്റിയിട്ട് എന്തൊക്കെ പറയുന്നുണ്ട്, ചുരുട്ടടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ മാതിരി ചുരുട്ടടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. പാണക്കാട്ടെ തങ്ങളെ സമ്മതവും അയാളാണെങ്കിൽ പോയി തോണ്ടിയും ചെയ്ത്, മുഷാവറ കൂടി അയാളെ പുറത്താക്കുകയും ചെയ്ത്. ജാമ്യാൻ്റെ പ്രസിഡന്റും മൂപ്പരന്നെ. ഇനിയിപ്പോൾ കുഞ്ഞിരായിൻ്റെ കുറുക്ക് കുടുങ്ങി എന്നുള്ളതാണ് മൂപ്പര് പറയുന്നത്. കുഞ്ഞിരായി അല്ല കുടുങ്ങുക, പാണക്കാട്ടെ തങ്ങൾ തന്നെയാണ് ഇപ്പോൾ പെടാൻ പോണത്. ഒന്നെങ്കിൽ MT പറയുന്നത് കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ MTനെ തള്ളേണ്ടി വരും. ഏതാ മൂപ്പര് ചെയ്യുക? കിങ്ങിണി ഓവാ ബ്രോ, പാവാണ് ബ്രോ, ബ്രോ. ആരോ പറഞ്ഞു കൊടുക്കുകയാണ്. ഒറ്റക്ക് പറയാനുള്ള കഴിവ് യോഗ്യത ഇപ്പം ഇല്ല, ഒക്കെ പോയി ശേഷിയൊക്കെ നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും വല്ലാത്ത ജാതി തന്നെ. എന്തൊക്കെ പറഞ്ഞിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങള് മഹാനായ ആലിക്കുട്ടി ഉസ്താദിന്റെ വഫാത്തിന്റെ അന്നും ഈ കള്ളത്താടി വന്ന് കരഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഇയാളൊരു എരപ്പ് ജാതിയാണെന്നുള്ളത്. അത് വേറൊന്ന്. പിന്നെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വഫാത്തിന്റെ ആണ്ട് പിന്നെ അനുസ്മരണ പ്രഭാഷണം എന്നെ സമ്മേളനമല്ലേ, CAC നടത്തിയല്ലേ, അല്ലാതെ വേറെ നടത്തുന്നല്ലോ. പിന്നെ അതിന് ആ അനുസ്മരണം ആണെന്നും അത് പിന്നെ ബഹുമാനപ്പെട്ട അലി ഉസ്താദിന്റെ അനുസ്മരണമാണെന്നും അത് നിങ്ങൾക്ക് നടത്താനുള്ള യോഗ്യത ഉണ്ടെന്ന് ആദ്യം നിങ്ങൾ പരിശോധിക്കണ്ടേ. നിങ്ങൾ ബഹുമാനപ്പെട്ട എന്നൊക്കെ അങ്ങനെ പറഞ്ഞണം. അല്ലെങ്കിൽ നമ്മളിൽ പിടിച്ചിക്കാൻ കഴിയില്ലെന്നുള്ളതുകൊണ്ടല്ല, നിങ്ങൾ മറ്റും പറയണ കേട്ട് പറയണേ, ഏറ്റു ചെല്ലില്ലേ. ഞങ്ങൾക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല. എന്നുവെച്ചാൽ ഉസ്താദിന്റെ വഫാത്തിന്റെ ശേഷം നിങ്ങൾ അവിടെ ഇങ്ങനെ പരിപാടി വെക്കണേ എന്തിനും, ആരെ പൊട്ടനാക്കാനാ? നിങ്ങൾ ഉസ്താദ് എടുത്ത നിലപാട് അംഗീകരിക്കാത്ത നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉള്ളത്? അതല്ല ആദ്യം നമ്മൾ പരിശോധിക്കണ്ടേ. ആ യോഗ്യത നമ്മൾ ആദ്യം പരിശോധിക്കണ്ടേ. നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ? ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് എടുത്ത തീരുമാനം, സമസ്ത 40 മുഷാവറ കൊടുത്ത തീരുമാനമാണ്. പാണക്കാട് സയ്യിദ് സാദിഖ് അത് വീട്ടിൽ ചെന്നിട്ട് ആ ഉത്തരവാദിത്തപ്പെട്ട് ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി കൊടുത്തേൽപ്പിച്ചിട്ട്, പിന്നീട് അത് ഇങ്ങനെ പന്ത് കളിച്ച് പന്തട്ടി ആ പോസ്റ്റ് ആളില്ലാത്ത പോസ്റ്റ് ഗോളടിച്ച് ഇങ്ങനെ പോയി എന്നല്ലാതെ ആ തീരുമാനം നടപ്പിലാക്കാതെ സമസ്തയെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ആ CACയുടെ നേതൃത്വത്തിന്റെ എന്ത് യോഗ്യതയാണ് ആലി ഉസ്താദിന്റെ അനുസ്മരണം നടത്താനുള്ള യോഗ്യത എന്താണുള്ളതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പിന്നെ അത് പെട്ടിക്കാട് ജാമ്യാനൂരെ പഠിപ്പിക്കുന്ന ഈ ഉസ്താദ് സമസ്തയുടെ മുഷാവറയിലുള്ള ഈ കള്ളത്താടിക്കാരെ, ഇയാൾക്ക് എന്ത് അയാൾ പോകാനുള്ള പാടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അയാൾ പോയത് കൊണ്ടാണല്ലോ. അത് CACന്റെ സമ്മേളനമല്ലേ. അതിപ്പോ അനുസ്മരണ പ്രഭാഷണം അതും സമ്മേളനമാക്കിയ ഒക്കെ സമ്മേളനം തന്നെ. CACന് ആളുകൾ തന്നെ നടത്തിയത്. അതിലിരിക്കുന്ന ആൾക്കാരൊക്കെ CACക്കാരാണ്. പിന്നെ അയാളെ വാക്കിലും വന്നിട്ടുണ്ട് CAC സമ്മേളനത്തിന് എനിക്ക് പരിപാടിക്ക് പോകാൻ പറ്റുമോ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ. അപ്പൊ തങ്ങൾ ഞാൻ പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പൊ കിട്ടും ചെയ്തില്ലേ. ഏതായാലും ഭയങ്കര പറഞ്ഞു തരുന്നോണ്ട് പറയക്കേണ്ട ഒരു മട്ടം പോലെ പറഞ്ഞു തരാൻ കേട്ടോ. അപ്പം എന്താ വെച്ചാൽ എങ്ങനെ മനസ്സിലാക്കിയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങളെ താല്പര്യം അത് തന്നെയാണ്. ഞങ്ങളൊക്കെ തീരുമാനം എന്താണ്, പുറത്താക്കണം തന്നെയാണ്. എങ്ങനെ തീരുമാനിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. വെച്ചാൽ സമസ്ത ആലിക്കുട്ടി ഉസ്താദും ജിഫിതങ്ങളും കൂടി MT അടക്കമുള്ള ആളുകൾ ചെന്ന് ആളെ പാണക്കാട്ട് നിന്ന് പത്രക്കാരൊക്കെ വിളിച്ച് ഓരോ മുന്നിൽ ഈ തീരുമാനം കൊടുത്തേൽപ്പിച്ചിട്ട് നിങ്ങളത് തീരുമാനമാക്കി തരും, ഞാനത് ഏറ്റെടുത്ത് തീരുമാനമാക്കി തരും എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അത് മാത്രമല്ല, അറമെന്ന് പറഞ്ഞ ചരിത്രമുണ്ട്. പിന്നെ പാണക്കാടെന്ന് വേറോട് പറഞ്ഞ ചരിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ സമസ്തനെ ഒരു കൊച്ചാക്കിയിട്ട് ഒരു വാവാച്ചു കുട്ടി പോലെ കൊണ്ടാടുന്ന പന്തട്ടി കളിച്ചാന്ന് വിചാരിച്ചിങ്ങനെ നടക്കണ്ടെങ്കിൽ അത് വളി പോയി മോനെ. എന്തോ അല്ലൊക്കെ വിചാരിച്ചാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, മനസ്സിലായോ? അങ്ങനെ കണ്ട് കൂട്ടിക്കോ. ഗ്യാസൊക്കെ തൊലിക്കട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഈ സമസ്ത എല്ലാ സ്ഥാനത്തും രാജിച്ച് CACന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തുകയെന്ന് പറയണം. അതാ വേണ്ടിയത്. ഇത് എല്ലാ തോണിയും കലച്ചിട്ട് ഞാൻ എല്ലാത്തും നിൽക്കണ പിന്നെ പുറത്താക്കിയാൽ കൂട്ടിക്കോ. നീ പോയി പറഞ്ഞോളാ,
നിങ്ങൾ പുറത്താക്കിയ അവിടെ നിങ്ങൾക്ക് രാജിച്ച് പോരാൻ പറയും. എനിക്കിപ്പോൾ ഇവിടെ പറഞ്ഞത് അവിടെ പോയി പറഞ്ഞാളാ, നല്ല സംഗതി നടക്കും. മുക്ക ഉമർ ഫൈസി ഉസ്താദ് സംസ്ഥാന സെക്രട്ടറിയാണേ. അത് എന്തായതല്ല, അത് കുറെ അതിനായിട്ട് ഏതാ ഇംബ്രോ വെച്ച്. ഇനിയിപ്പോൾ എന്താ നോക്കാനുള്ള എനിക്കറിയാം. ഇംബ്രോ ഐത്തമി ഏതായാലും ഇപ്പോൾ പുറത്തായി. ഇനിയിപ്പോൾ അന്ന് ആലിക്കുട്ടി ഉസ്താദ് വഫാത്തായപ്പോൾ അന്ത്യചുംബനമൊക്കെ കൊടുത്ത് ആലിക്കുട്ടി ഉസ്താദും ഞാനായിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സുപ്രീം ലീഡർ ഉണ്ട്. സുപ്രീം ലീഡർ അടുത്താണ് ഇപ്പോൾ ഈ കത്ത് വരിക. ഏത് ആലിക്കുട്ടി ഉസ്താദിനെ നിന്നിട്ട് ഐത്തമിനെ ജാമ്യന്ന് പുറത്താക്കാൻ പറഞ്ഞിട്ടില്ല. അതിലിപ്പോൾ ഇനി അയാൾ ഇവിടെ നിൽക്കുന്നുള്ള കണ്ടേ. ആലിക്കുട്ടി ഉസ്താദായിട്ട് ഇത്ര ബന്ധമുണ്ട്, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആലിക്കുട്ടി ഉസ്താദ് അന്ത്യചുംബനമൊക്കെ കൊടുത്ത ആള് ആലിക്കുട്ടി ഉസ്താദിനെ കുറ്റം പറഞ്ഞ ആളെ കൂടെ നിൽക്കുവോ, അതല്ല സമസ്തന്റെ കൂടെ നിൽക്കുവോ, ആലിക്കുട്ടി ഉസ്താദിനെ കുറ്റം പറഞ്ഞത് ശരിയാണെന്ന് വെക്കുവോ, അത് ഇനി ആലിക്കുട്ടി ഉസ്താദിനെ കുറ്റം പറഞ്ഞത് ഒരാളെ പുറത്താക്കുവോ,